നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയെയും നാട്ടുകാരെയും ഒക്കെ വിശ്വസിച്ചാണ് ഓരോ പ്രവാസിയും കടൽ കടക്കുന്നത്. എന്നാൽ ഇന്നിപ്പോൾ മലയാളികൾക്ക് പ്രത്യേകിച്ച് അറിവും വിദ്യാഭ്യാസവും ഒക്കെ കൂടുതലുള്ള ആളുകളെ അങ്ങ് പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വിവിധതരം തട്ടിപ്പുകളാണ് കേരളത്തിൽ ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് അത്തരത്തിലൊരു തട്ടിപ്പ്, അതായത് പ്രവാസിയായിട്ടുള്ള വർഷങ്ങളോളമായി നാട്ടിലേക്ക് വരാതിരുന്ന ഡോറ എന്ന് പറയുന്ന യുവതിയുടെ വീടും പുരയിടവും തട്ടിയെടുത്ത് ആൾമാറാട്ടം നടത്തി തട്ടിയെടുത്തൊരു സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു. 2 യുവതികളാണ് സംഭവത്തിൽ അറസ്റ്റിലായിരുന്നത്. പ്രവാസിയായ ഡോറ എന്ന് പറയുന്ന യുവതിയുടെ രൂപസാദൃശ്യമുള്ള ഒരു യുവതിയെ കണ്ടെത്തി അതിനുശേഷം അവരുടെ വളർത്തുമകളാണ് എന്ന് വരുത്തി തീർത്താണ് ഈ ഒരു തട്ടിപ്പ് നടന്നതെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. സംഭവ സ്ഥലത്ത് മലയാളി വാർത്തയും പോയി അന്വേഷണങ്ങളൊക്കെ നടത്തി. അതിന്റെ ഭാഗമായി നമുക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഇത് ഈ യുവതികളെ മുൻനിർത്തിക്കൊണ്ട് മറ്റു പലരും നടത്തിയിട്ടുള്ള തട്ടിപ്പാണ് എന്നുള്ള സംശയമാണ് മലയാളി വാർത്തയോട് അന്ന് ആ അയൽവാസികളിൽ പലരും പറഞ്ഞിരുന്നത്. ഇപ്പോഴിതാ സംഭവത്തിൽ നിർണായകമായിട്ടുള്ള ചില വെളിപ്പെടുത്തലുകൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ മലയാളി വാർത്ത പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതായത് അമേരിക്കൻ മലയാളിയുടെ കോടികൾ വിലമതിക്കുന്ന വീടും പുരയിടവും ആൾമാറാട്ടം നടത്തി തട്ടിയെടുത്ത സംഭവത്തിൽ അതിന് പിന്നിൽ വലിയ വമ്പന്മാരുണ്ട് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസും ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. 2 സ്ത്രീകളാണ് തട്ടിപ്പിന്റെ മുഖമായിട്ടുള്ളത്. അവരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എങ്കിൽ പോലും ഇവർക്ക് പിന്നിൽ കളിച്ചത് രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥരും അടക്കമാണ് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയാണ്. വലിയ പിൻബലമില്ലാത്ത ഇവർ 2 പേരും ചേർന്ന് ഇത്ര വലിയൊരു തട്ടിപ്പ് നടത്തില്ല എന്നത് തന്നെയാണ് പോലീസിന്റെ അനുമാനം. ഡോറ അസറിയ ക്രിപ്സ് എന്ന് പറയുന്ന യുവതിയുടെ വീടാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തി സംഘം കൈവശപ്പെടുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് തലസ്ഥാനത്തിൻ്റെ ഏറ്റവും അടുത്ത പ്രദേശങ്ങളിലൊക്കെ വലിയ വിലയാണ് ഭൂമിക്ക് ഉണ്ടാകുന്നത്. ഇത് ജവഹർ നഗർ എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ ഏറ്റവും വില കൂടിയിട്ടുള്ള ഒരു സ്ഥലം കൂടെയാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ സ്ത്രീകൾ പറയുന്നത് പ്രകാരം 1 കോടിക്കാണ് ഈ വീട് വിറ്റിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിന് പിറകിൽ ഒരുപാട് കള്ളങ്ങളുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. കാരണം സാധാരണ ഒരാൾ പോലും വിലയിടുകയാണെങ്കിൽ ആ ഒരു വീടിനും പറമ്പിനുമായിട്ട് ചുരുങ്ങിയത് ഒരു 5 കോടി രൂപയെങ്കിലും പറയുന്ന സാഹചര്യത്തിലാണ് വെറും 1 കോടിക്ക് ഇവർ ഇത്തരത്തിൽ ഇത്ര വലിയ തട്ടിപ്പ് നടത്തി വീട് വിറ്റിരിക്കുന്നത് എന്നത് തന്നെ വലിയ സംശയങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. എന്തായാലും വലിയൊരു സംഘം തന്നെ ഈ ഒരു കേസിന് പിറകിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നു. ഇതിനുവേണ്ടി ഈ ഒരു തട്ടിപ്പ് നടത്താൻ വേണ്ടി വട്ടപ്പാറ സ്വദേശിയായ വസന്തയാണ് ഡോറയായി ചിത്രീകരിച്ചിരുന്നത്. ഈ വസന്ത എന്ന് പറയുന്ന സ്ത്രീക്ക് ഡോറയുടെ രൂപസാദൃശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കള്ളങ്ങൾ തുടങ്ങിയതെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേപോലെ തന്നെ ഡോറയായി നടിച്ച വസന്ത അവരുടെ കൊച്ചുമകളായി കൊല്ലത്ത് നിന്ന് മെറിൻ ജേക്കബ് എന്ന് പറയുന്ന യുവതിയെ പരിചയപ്പെടുത്തിയാണ് ഈ ഒരു തട്ടിപ്പ് നടത്തിയതെന്നും പറയുന്നുണ്ട്. വസന്തയ്ക്ക് ഡോറയുടെ മുഖഛായ ഉള്ളത് കൊണ്ടാണ് വസന്തയെ തന്നെ ഈ തട്ടിപ്പിന് കൂടെ ചേർത്തതെന്നാണ് ഇപ്പോൾ മൊഴി നൽകുന്നത്. ഡോറയുടെ മുഖഛായയുള്ള വസന്തയും മെറിനെ ഈ വസന്തയുടെ കൊച്ചുമകളായും തോന്നുന്നത് കൊണ്ട് തന്നെ തട്ടിപ്പ് ഏറ്റവും സുഖകരമായി എന്നുള്ളത് കൂടെ മനസ്സിലാക്കാം. എന്തായാലും ഒറ്റ നോട്ടത്തിൽ യാതൊരു സംശയവും ഉണ്ടാകാതിരുന്ന ഈ ഒരു കേസിൽ നിരവധി തട്ടിപ്പുകൾ തന്നെ അല്ലെങ്കിൽ നിരവധി നിഗൂഢതകളാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഒരു കൂസലുമില്ലാതെ രജിസ്ട്രാർ ഓഫീസിലേക്ക് ഇവർ 2 പേരെത്തുകയും അവിടെ നിന്ന് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തുകയും ചെയ്തത് ഇവർ മാത്രം ചേർന്നുകൊണ്ടുള്ള ഒരു പ്ലാൻ അല്ല എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ട്. ഇനി ആരാണ് ഇതിന് പിറകിൽ പ്രവർത്തിച്ചത് എന്നുള്ള കണ്ടെത്തലിലേക്കാണ് പോലീസിന്റെ യാത്ര. വീടിന്റെ യഥാർത്ഥ ഉടമയായ ഡോറ അസറിയ ക്രിപ്സ് വർഷങ്ങളായി അമേരിക്കയിലാണ് താമസം. അയൽവാസികൾ പോലും 45 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് അവരെ കണ്ടിട്ടുള്ളത്. അവരുടെ അയൽവാസിയായിട്ടുള്ള ഒരു സ്ത്രീ നമ്മളോട് പറഞ്ഞത് 45 വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ആ ഡോറയെ എങ്ങനെയാണ് പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഡോറയുടെ രൂപസാദൃശ്യമുള്ള ഒരു യുവതി എന്ന് പറഞ്ഞുകൊണ്ട് വസന്തയെ കൊണ്ടുവരുന്നത്. അത് തന്നെ വലിയൊരു സംശയങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. കാരണം നമ്മൾക്ക് സ്ഥിരമായി കാണുന്ന ഒരാളുടെ രൂപസാദൃശ്യമുള്ള ഒരാളെ കണ്ടെത്തുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ടാസ്ക്കാണ്. ഇതിനിടയിലാണ് 45 വർഷത്തോളമായി ഇന്ത്യയിലേക്ക് വരിക പോലും ചെയ്യാത്ത ഒരു യുവതിയുടെ രൂപസാദൃശ്യം ഒപ്പിച്ച് ഇത്തരം വലിയൊരു തട്ടിപ്പ് നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിംഗ് നടന്നിട്ടുണ്ട് എന്നത് വ്യക്തം.
ജനുവരിയിലാണ് ഉടമയുടെ പേര് ഇത്തരത്തിൽ മാറ്റിയിരുന്നത്. അതായത് തട്ടിപ്പ് നടത്തിയ വീടിൻ്റെ ഉടമയുടെ പേര് മാറ്റിയതെന്നാണ് വിവരങ്ങൾ പുറത്തു വന്നത്. ചന്ദ്രസേനൻ എന്ന് പറയുന്ന ആളാണ് ഇപ്പോൾ ഈ വീടിന്റെ ഉടമസ്ഥനായി നിലവിൽ നിൽക്കുന്നത്. ശിവകൃപ എന്ന വീടിന് പേര് മാറ്റുകയും ചെയ്തിട്ടുണ്ട് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. അതായത് ഡോറയുടെ ഹസ്ബൻഡിന്റെ പേരായിരുന്നു ഈ വീടിന് നൽകിയിരുന്നത്. ഇപ്പോൾ ആ പേര് മാറ്റി ചന്ദ്രസേനൻ എന്ന ആളുടെ ഉടമസ്ഥതയിലുള്ള വീടിന് ശിവകൃപ എന്നുള്ള പേരിലേക്ക് മാറ്റം വരുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് ഇത്ര പെട്ടെന്നുള്ള ഇത്തരം നടപടികൾ? അതും പകൽ വെളിച്ചത്തിൽ ആരും കാണുന്ന സാഹചര്യത്തിലല്ല, ആരെയും കാണാതെയാണ് ഇത്തരത്തിലുള്ള നടപടികളൊക്കെ കൈക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി സംശയങ്ങൾ ഈ ഒരു കേസിലുണ്ട് എന്നാണ് അയൽവാസികൾ പ്രതികരിക്കുന്നത്. അത്യാവശ്യം മിനുക്കു പണികളൊക്കെ ആരംഭിക്കുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു തട്ടിപ്പ് നടന്നു എന്നുള്ള സംഭവം ഈ വീടുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. ഈ വീട് വാങ്ങിയതിന് ശേഷം ചില ദിവസങ്ങളിൽ വീടിൻ്റെ പുറകുവശത്തുകൂടെ ജോലിക്കാരെ അകത്ത് കയറ്റുക, അതായത് ആ വീട് കുത്തിപ്പൊളിച്ച്, നമ്മളൊരു വീട് പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ, പണം കൊടുത്ത് വാങ്ങുമ്പോൾ അതൊരിക്കലും നശിപ്പിച്ചുകൊണ്ട് ഒരു നന്നാക്കാനുള്ള ശ്രമങ്ങളൊന്നും, റിനോവേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. പക്ഷേ ഇവിടെ മറിച്ചാണ് സംഭവിച്ചത്. അർദ്ധരാത്രി ഈ വീടിന്റെ പുറകുവശത്തുകൂടെ ഒരുപാട് ജോലിക്കാർ ചേർന്ന് ആ വീടിന്റെ വാതിൽ കുത്തിപ്പൊളിച്ചാണ് ആ വീടിനകത്തേക്ക് കയറുകയും പിന്നീട് റെനോവേഷൻ എന്നുള്ള രീതിയിൽ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുകയും ചെയ്തതെന്ന് സമീപവാസികളൊക്കെ നമ്മളോട് വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ അങ്ങനെ എന്തിനാണ് രാത്രി തന്നെ അത്തരത്തിലൊരു പ്രവർത്തനത്തിന് മേൽക്കൈ എടുത്തത് എന്നുള്ളൊരു ചോദ്യം അവിടെയുണ്ട്. എന്തായാലും അത്തരത്തിൽ പണികൾ നടക്കുന്നതിനിടെയാണ് 2 ആഴ്ച മുമ്പ് ഡോക്ടറുടെ കാര്യസ്ഥനായിട്ടുള്ള വീടിൻ്റെ ടേക്കറായിട്ടുള്ള വ്യക്തി, ഡോക്ടറുടെ ബന്ധു ഈ സംഭവ സ്ഥലത്തെത്തുന്നത്. വീടിൻ്റെ കരമടയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയായിരുന്നു അദ്ദേഹം അവിടെ എത്തിയത്. ശേഷം അവിടെ നിന്ന് വില്ലേജ് ഓഫീസിലേക്ക് പോകുന്നു. ഡോറയുടെ പേരിൽ വീടിൻ്റെ കരം അടയ്ക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അപ്പോഴാണ് മനസ്സിലാകുന്നത് വില്ലേജ് ഓഫീസിൽ അത്തരത്തിൽ ഡോറയുടെ പേരിൽ ഒരു വീടോ പുരയിടമോ ഇല്ല എന്ന്. അങ്ങനെയാണ് ഡോറയുടെ പേരിലുള്ള വീടും പറമ്പും മറ്റൊരാൾ കൈക്കലാക്കിയിരിക്കുന്നു എന്നും, അതും അവരുടെ രൂപസാദൃശ്യം ഉള്ള ഒരാളാണ് ഇത്തരത്തിൽ വീടും സ്ഥലവും കൈക്കലാക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യം ഈ കെയർടേക്കർ അറിയുന്നതെന്നാണ് പുറത്തു വന്നിട്ടുള്ള വിവരം. നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം ജനുവരിയിലാണ് കൊല്ലം സ്വദേശി മെറിൻ ജേക്കബ് ഡോറയുടെ വളർത്തുമകളായി രംഗത്തെത്തുന്നതെന്നാണ് പറയുന്നത്. ഡോറയായി വട്ടപ്പാറ സ്വദേശി വസന്തയും ആൾമാറാട്ടം നടത്താൻ ശ്രമിച്ചു. ഇരുവരും ഒരുമിച്ച് ശാസ്തമംഗലം സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് എത്തുകയും വീടും പറമ്പും വളർത്തുമകളായ ഡോറയുടെ പേരിൽ എഴുതി കൊടുക്കുന്നതായി രേഖകൾ ഉണ്ടാക്കുകയും ചെയ്തു. അതിനുശേഷം ഈ വീടും പറമ്പും ചന്ദ്രസേനൻ എന്ന് പറയുന്നയാൾക്ക് വിൽക്കുകയാണ് ചെയ്തത്. ഇതൊന്നും അറിയാതെ കാര്യസ്ഥൻ കരമടയ്ക്കാൻ എത്തിയപ്പോഴാണ് കാര്യങ്ങൾ അറിഞ്ഞത്. പിന്നാലെ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. വട്ടപ്പാറ വസന്തയും മെറിൻ ജേക്കബുമാണ് സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റിലായിരിക്കുന്നത്. ഡോറയുടെ രൂപസാദൃശ്യമുള്ള 2 സ്ത്രീകളെ കണ്ടെത്തി പണം വാഗ്ദാനം ചെയ്ത റിയൽ എസ്റ്റേറ്റ് മാഫിയ തട്ടിപ്പ് നടത്തിയെന്നാണ് പോലീസിന്റെ അനുമാനം. തട്ടിപ്പിന് സഹായിച്ച ആധാരം ഉൾപ്പെടെയുള്ള രേഖകൾ തയ്യാറാക്കിയത് ആധാരം എഴുത്ത് സ്ഥാപനം നടത്തുന്ന കോൺഗ്രസ് ജില്ലാ നേതാവ് അനന്തപുരി മണികണ്ഠന്റെ നേതൃത്വത്തിലാണ് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളെ പ്രതി ചേർത്തേക്കുമെന്നാണ് റിപ്പോർട്ട്. മുന്നാധാരം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മണികണ്ഠന്റെ വീട്ടിൽ കേസന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പോലീസ് എത്തിയിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലും അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എത്തി തിരച്ചിലുകൾ നടത്തിയെങ്കിലും ഇതുവരെ ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല. എങ്കിലും അദ്ദേഹത്തെ സംശയമുണ്ട് എന്ന നിലപാടിലാണ് പോലീസ്. എന്തായാലും അദ്ദേഹം ഒളിവിൽ പോയെന്നാണ് പോലീസിന്റെ നിഗമനം. റവന്യൂ ഉദ്യോഗസ്ഥരുടെ പങ്കും ഈ കേസിൽ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. തെളിവ് കിട്ടിയാൽ ഇവരെ എല്ലാം തന്നെ പ്രതി ചേർക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും പ്രവാസിയായിട്ടുള്ള ഡോറയുടെ ഈ വീടും പറമ്പും ഇത്തരത്തിൽ ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. അല്ലെങ്കിൽ ഇത്തരത്തിൽ അവരിനി ഒരിക്കലും തിരികെ നാട്ടിലേക്ക് വരില്ല. അതുകൊണ്ട് ഇത്തരം ഒരു തട്ടിപ്പ് നടത്താം എന്നത് ആരാണ് പ്ലാൻ ചെയ്തത് എന്നത് കണ്ടെത്തേണ്ടതുണ്ട്. കാരണം നിലവിൽ ഇത്തരത്തിലുള്ള ഈ പ്രദേശത്ത് തന്നെ ഇത്തരത്തിൽ 2-3 വീടുകളും കൂടെയുണ്ട്. അപ്പോൾ ആ വീടുകൾക്കും പിന്നിലും ഇത്തരത്തിൽ തട്ടിപ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളൊരു ആശങ്ക കൂടെ ഈ ഒരു വീടുള്ള പ്രദേശത്തെ അസോസിയേഷൻ പ്രവർത്തകർക്കടക്കമുണ്ട്. എന്തായാലും ഗുരുതരമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. കാരണം ഒരു ആധാർ കാർഡിലെ ഫോട്ടോ നമ്മൾ തന്നെയാണ് എങ്കിൽ പോലും ചെറിയൊരു മാറ്റമുണ്ടെങ്കിൽ പോലും അത് പിടിക്കപ്പെടുന്ന അല്ലെങ്കിൽ അത് സംശയത്തിന്റെ വിധേയമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ
അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ യാതൊരു ബന്ധവുമില്ലാത്ത രണ്ട് സ്ത്രീകളെ മുൻനിർത്തിക്കൊണ്ട് ഇങ്ങനെയൊരു തട്ടിപ്പ് നടത്തിയത്. അതിന് തീർച്ചയായിട്ടും പിന്നിൽ വലിയൊരു സംഘം തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ഉടൻ തന്നെ പുറത്തു വരേണ്ടതുണ്ട്.